നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 200 പവൻ, 1 കോടിയുടെ വീടും വസ്തുക്കളും, ആർഭാടത്തോടെയുള്ള വിവാഹം. തൻ്റെ ലോകമായിരുന്ന മകളെ വിവാഹം കഴിച്ചയച്ചിട്ടും ആ വിവാഹത്തിൻ്റെ പേരിൽ മകളും അമ്മയും ആത്മഹത്യ ചെയ്യുന്നു. പെണ്ണിന് ഐശ്വര്യം പോരെന്ന് പറഞ്ഞ് തൻ്റെ മകളെ അപമാനിച്ചു വിട്ടതിൻ്റെ ആ ഒരു വേദന താങ്ങാൻ പറ്റാതെയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സ്വദേശികളായ അമ്മയും മകളും ആത്മഹത്യ ചെയ്യുന്നത്. വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത്. ഇതിൻ്റെ കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തെ കമലേശ്വരം ശാന്തി ഗാർഡനിലെ ഇരുനില വീട്ടിൽ സംഭവിച്ച അമ്മയുടെയും മകളുടെയും ആത്മഹത്യയിൽ തുടക്കം മുതലേ ദുരൂഹതകൾ ഒരുപാടുണ്ടായിരുന്നു. സയനൈഡ് കഴിച്ചുള്ള മരണം എന്നുള്ളതായിരുന്നു ആദ്യത്തെ സംശയങ്ങൾക്ക് കാരണം. എവിടെ നിന്നാണ് ഈ അമ്മയ്ക്കും മകൾക്കും അന്തർമുഖമായിട്ടുള്ള, അല്ലെങ്കിൽ മറ്റൊരാളോട് സംസാരിക്കാൻ പോലും മടിക്കുന്ന ഈ ഒരു അമ്മയ്ക്കും മകൾക്കും സയനൈഡ് കിട്ടിയത് എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം. ആ ഒരു ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു തെളിവോട് കൂടിയിട്ടുള്ള ഒരു ഉത്തരം ഇപ്പോഴും കിട്ടിയിട്ടില്ല എങ്കിൽ പോലും ആ മരണത്തിന് പ്രധാനപ്പെട്ട കാരണക്കാരൻ ആരാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. പണത്തോടുള്ള മരുമകന്റെ ആർത്തിയാണ് ഈ കൊലപാതകത്തിന് അല്ലെങ്കിൽ മരണത്തിന് കാരണമായിരിക്കുന്നത് എന്ന കൺക്ലൂഷനിലേക്കാണ് പോലീസ് എത്തുന്നത്. ഇത് സജിത എന്ന് പറയുന്ന അമ്മയുടെയും അവരുടെ ശ്വാസമായിരുന്ന മകളായ ഗ്രീഷ്മയുടെയും കഥയാണ്. വിധിയുടെ ക്രൂരതയ്ക്ക് മുന്നിൽ തോറ്റുപോയിട്ടുള്ള 2 ജന്മങ്ങളുടെ കഥ എന്ന് വേണമെങ്കിൽ പറയാം. 54-കാരിയായിട്ടുള്ള സജിതയ്ക്ക് മകൾ ഗ്രീമ വെറുമൊരു മകൾ മാത്രമായിരുന്നില്ല. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അവരുടെ ഏറ്റവും വലിയ ലോകം തന്നെയായിരുന്നു ആ മകൾ. 30 വയസ്സുകാരിയായിരുന്നപ്പോൾ ഗ്രീഷ്മയെ ഒരു രാജകുമാരിയെ പോലെ സജിത വളർത്തി വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. 6 വർഷം മുമ്പ് വലിയ പ്രതീക്ഷകളോടെയാണ് സജിത മകളുടെ വിവാഹം നടത്തുന്നത്. അയർലാൻഡിൽ കോളേജ് പ്രൊഫസറായിരുന്ന അമ്പലത്തറ സ്വദേശി ഉണ്ണികൃഷ്ണനായിരുന്നു ആ ഗ്രീമയ്ക്ക് വേണ്ടി അമ്മ കണ്ടെത്തിയ വരൻ. മകളുടെ ഭാവിയെക്കുറിച്ച് 100 സ്വപ്നങ്ങൾ കണ്ട അമ്മ 200 പവനിലധികം സ്വർണവും വീടും സ്ഥലവും ഉൾപ്പെടെ തൻ്റെ വലിയൊരു സമ്പാദ്യം തന്നെ സ്ത്രീധനമായി മകൾക്ക് നൽകി. അവർ പുതിയ ജീവിതത്തിലേക്ക് മകളെ യാത്രയാക്കി. പക്ഷേ അവിടെയാണ് ആ അമ്മയ്ക്ക് പിഴച്ചുപോയത്. വെറും 1 മാസം മാത്രം നിലനിന്ന ദാമ്പത്യത്തിലേക്ക് മരണത്തിലേക്കുമായിരുന്നു ആ മകളെ അവരയച്ചത്. വിവാഹം കഴിഞ്ഞ് വെറും 25 ദിവസങ്ങൾ മാത്രം നീണ്ടുനിന്ന ദാമ്പത്യ ജീവിതം. ഗ്രീമ ഭർത്താവിനൊപ്പം ഒരുമിച്ച് താമസിക്കുന്നത് നിർത്തുന്നു. പിന്നീട് ഭർത്താവായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ അയർലാൻഡിലേക്ക് തന്നെ തിരികെ പോയി. മടങ്ങി വരുമെന്നും തന്നെ തിരികെ കൊണ്ടുപോകുമെന്നും പ്രതീക്ഷിച്ച ഗ്രീമ സ്വന്തം അമ്മയുടെ കൂടെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞു. ദിവസങ്ങൾ പോയി, മാസങ്ങൾ പോയി, വർഷങ്ങൾ പോയി. 6 വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അവർ ആ നഗ്നസത്യം മനസ്സിലാക്കുന്നു. തന്നെ ഭർത്താവ് ഉപേക്ഷിക്കുകയാണെന്ന്. ഭർത്താവിന്റെ സ്നേഹമോ സാന്നിധ്യമോ ഇല്ലാതെ കണ്ണീരുമായി ഗ്രീമ അമ്മയുടെ വീട്ടിൽ ഒതുങ്ങിക്കൂടുമ്പോഴും ആ അമ്മ പ്രതീക്ഷയോടെയായിരുന്നു മരുമകന് വേണ്ടി കാത്തിരുന്നത്. മകളുടെ സങ്കടം കണ്ട് സജിതയുടെ ഉള്ള് വെന്തുരുകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ അടുത്ത സമയത്താണ് അവസാനഘട്ട പ്രതീക്ഷ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ബന്ധുവിൻ്റെ മരണാനന്തര ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി ഈ ഭർത്താവായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ എത്തുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഭർത്താവിനെ കണ്ട സന്തോഷത്തിൽ ഗ്രീമ ഓടിയെടുത്തു. പക്ഷേ ആ ഓടിയെടുത്തപ്പോൾ അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മറുപടിയാണ് അയാളിൽ നിന്ന് ലഭിച്ചത്. ഒരുപക്ഷെ എല്ലാം ശരിയാകുമെന്ന് കൊതിച്ചുകൊണ്ടുള്ള ആ ഒരു ഓട്ടം അവിടെ നിലയ്ക്കുകയായിരുന്നു. അവിടെ വെച്ച് നേരിടേണ്ടി വന്നത് ഏറ്റവും വലിയ അവഗണനയും മാനസിക പീഡനവും എന്നതിനേക്കാൾ ഉപരി തൻ്റെ പ്രതീക്ഷകളുടെ അവസാനം എന്നുള്ളതായിരുന്നു. ഇനി ഈ വിവാഹബന്ധം തുടരാൻ താല്പര്യമില്ല എന്ന് ഉണ്ണികൃഷ്ണൻ മുഖത്തടിച്ചു പറഞ്ഞു. വിവാഹബന്ധം വേർപെടുത്താം, ഡിവോഴ്സിൽ ഒപ്പിടണം എന്നൊക്കെ ബന്ധുക്കളോടും അയാൾ വ്യക്തമാക്കി. ഇതോടെ ഗ്രീമയുടെയും സജിതയുടെയും ലോകം അവിടെ തകർന്നു വീഴുകയായിരുന്നു. ഇത്രയും വലിയ തുകയും സമ്പാദ്യവും ഇത്രയും കാലം കാത്തിരുന്ന സമയവും ഇതെല്ലാം ഉപേക്ഷിക്കപ്പെട്ടതിൻ്റെയും കുടുംബക്കാർക്ക് മുന്നിൽ അപമാനിക്കപ്പെട്ടതിൻ്റെയും വേദന അവർക്കുണ്ടായിരുന്നു. സമൂഹത്തിന് മുന്നിൽ ഇനി എങ്ങനെ തല ഉയർത്തി നടക്കും എന്ന ചിന്ത അവരെ വേട്ടയാടി. അപമാനഭാരം താങ്ങാനാകുന്നില്ല എന്നായിരുന്നു അവസാനത്തെ അവരുടെ വാക്ക്. ആ വാക്ക് ബന്ധുക്കൾക്ക് ഓരോരുത്തർക്കും വാട്സപ്പ് സന്ദേശമായി അയക്കുകയും ചെയ്തു. ഒരു ബുധനാഴ്ച ഉച്ചയ്ക്ക് അവർ ആ കടുങ്കൈ ചെയ്യാൻ തീരുമാനിക്കുന്നു. ഉച്ചയ്ക്ക് 1 മണിയോടെ തങ്ങളുടെ മരണത്തിന് ഉത്തരവാദി ഗ്രീമയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണനാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു കുറിപ്പ് വാട്സപ്പിലൂടെ ബന്ധുക്കൾക്കെല്ലാം ലഭിക്കുന്നു. അപമാനഭാരം സഹിക്കാൻ വയ്യ,
ഞങ്ങൾ സയനൈഡ് കഴിച്ച് മരിക്കാൻ പോകുന്നു എന്ന അവസാന സന്ദേശമായിരുന്നു ബന്ധുക്കൾക്ക് ഇത്തരത്തിൽ ലഭിച്ചത്. ആ സന്ദേശം കണ്ട് ഞെട്ടിത്തരിച്ച ബന്ധുക്കൾ വിവരമറിഞ്ഞ് കൗൺസിലറും അയൽക്കാരും ആ വീട്ടിലേക്ക് ഓടിക്കൂടി. വീടകത്തു നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. ഒടുവിൽ പോലീസ് എത്തി വാതിൽ തകർത്ത് അകത്ത് കയറിയപ്പോൾ കണ്ട കാഴ്ച കരളലിയിക്കുന്നതാണ്. താഴത്തെ നിലയിൽ സ്വീകരണ മുറിയിലെ സോഫയിൽ എല്ലാം അവസാനിപ്പിച്ച് ആ അമ്മയും മകളും കിടക്കുകയാണ്. മകൾ ഗ്രീമയുടെ മൃതദേഹത്തിന് മുകളിലായി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ അമ്മയുടെ മൃതദേഹവും. മരണത്തിന് പോലും തൻ്റെ മകളെ ഒറ്റയ്ക്ക് കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ള ആ അമ്മയുടെ തീരുമാനമായിരിക്കണം അത്തരമൊരു രംഗം ഉണ്ടാകാൻ കാരണമായത് എന്ന് പിന്നീട് നാട്ടുകാർ പറഞ്ഞു. അടുത്തു തന്നെ വിഷം കഴിച്ചെന്ന് കരുതുന്ന ഗ്ലാസും ആത്മഹത്യക്കുറിപ്പും ഉണ്ടായിരുന്നു. സംഭവം വാർത്തകളിൽ ഇടം പിടിച്ചതോടെ ഉണ്ണികൃഷ്ണനെ വളരെ വേഗത്തിൽ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു. അമലേശ്വരത്ത് അമ്മയെയും മകളെയും വിഷം കഴിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ യുവതിയുടെ ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതായിരുന്നു പിന്നീടുള്ള വാർത്തകൾ. മുംബൈയിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടുന്നത്. ഇയാൾ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വിമാനത്താവളത്തിൽ വച്ച് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പോലീസ് നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിരുന്നു. ഗാർഹിക പീഡനം, ആത്മഹത്യ പ്രേരണ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ഇയാൾക്കെതിരെ കേസെടുത്തത്. 6 വർഷം കിണഞ്ഞു പരിശ്രമിച്ചിട്ടും തനിക്ക് PhD പൂർത്തിയാക്കാൻ കഴിയാത്തത് ഭാര്യ ഗ്രീമയുടെ ഐശ്വര്യക്കുറവ് കൊണ്ടാണ് എന്നാണ് ഇയാളുടെ വാദം. ഈ വാദങ്ങളാണ് ഈ കുടുംബത്തിനെ ഒന്നടങ്കം അപമാനത്തിലേക്ക് തള്ളിവിട്ടത് എന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും പുറത്തുവന്നു. ഈ അപമാനഭാരം, അവഗണന ഇതെല്ലാം കൊണ്ടാണ് ഈ 2 ജീവനുകൾ കവർന്നെടുത്തത് എന്ന് ബന്ധുക്കളും ആരോപിച്ചു. ഐശ്വര്യമില്ല എന്ന വിചിത്രമായ കാരണം അത് കേരള സമൂഹത്തെ ഒന്നടക്കം ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. അടുത്തിടെ ഒരു ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിലെത്തിയപ്പോഴാണ് ഇയാൾ തൻ്റെ ഈ നിലപാട് ഈ ജനങ്ങളെയും ബന്ധുക്കളെയും ഒന്നടങ്കം അറിയിച്ചത്. തിരികെ പോകാനൊരുങ്ങിയ ഉണ്ണികൃഷ്ണനോട് യാത്ര പറയാൻ ചെന്ന ഗ്രീമയെ ബന്ധുക്കളുടെ മുന്നിൽ വെച്ച് ഇയാൾ ആട്ടിയിറക്കുകയും നീ ആരാണ്, നിന്നെ എനിക്കിനി വേണ്ട എന്നതടക്കമുള്ള ഉണ്ണികൃഷ്ണന്റെ ശക്തമായിട്ടുള്ള വാക്കുകളും ആ അമ്മയെയും തളർത്തിയിരുന്നു. ഈ വാക്കുകൾ നൽകിയ മുറിവാണ് മരണത്തിലേക്ക് ഇരുവരെയും നയിച്ചതെന്നാണ് ബന്ധുക്കളുടെ മൊഴി. അതേസമയം അമ്മയും മകളും ജീവനൊടുക്കാൻ ഉപയോഗിച്ച സയനൈഡ് എവിടെ നിന്ന് ലഭിച്ചു എന്നതിൽ തുടക്കം മുതൽ തന്നെ ദുരൂഹതയേറെയുണ്ടായിരുന്നു. ഗ്രീമയുടെ പിതാവ് രാജീവ് കൃഷി വകുപ്പിൽ ജോലി ചെയ്യുന്ന ഒരാളാണെന്നും കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി സയനൈഡ് അടക്കമുള്ള കെമിക്കലുകൾ വീട്ടിൽ സൂക്ഷിച്ചിരുന്നതെന്നും അതുകൊണ്ട് അതിൽ നിന്ന് ലഭിച്ചതായിരിക്കാം ഈ സയനൈഡ് എന്നുമാണ് ബന്ധുക്കൾ വ്യക്തമാക്കുന്നത്. പക്ഷേ അതിനും ഒരു വ്യക്തമായിട്ടുള്ള തെളിവ് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നതുകൊണ്ട് അതും ദുരൂഹമായി നിൽക്കുകയാണ്. എന്തായാലും ഒരു പെണ്ണിന് ഐശ്വര്യം പോരെന്ന് പറഞ്ഞ് തൻ്റെ കരിയറിലുള്ള വളർച്ചയ്ക്ക് തൻ്റെ വീട്ടിലേക്ക് കയറി വന്ന, തൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്ന ആ ഭാര്യയാണ് കാരണക്കാരി എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കരിയറിൽ ഐശ്വര്യക്കുറവ് ഉണ്ടായതുകൊണ്ട് നിന്നെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അപമാനിച്ചതിൻ്റെ ഭാരം താങ്ങവയ്യാതെയാണ് 2 ജീവനുകൾ ഇവിടെ പൊലിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് വളരെ വലിയ സാമൂഹിക വിപത്താണ്. ഇതിനെതിരെ നമ്മൾ ഓരോരുത്തരും, അതായത് വിശ്വാസം നല്ലതാണ്, അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഓരോ ജീവനുകളെയും എടുക്കാൻ കാരണമായി മാറുന്നു എന്നുള്ള ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കുന്ന തെളിവ് തന്നെയായിട്ട് മാറുകയാണ് ഈ ഒരു മരണം അല്ലെങ്കിൽ ആത്മഹത്യ.